നമ്മളിനി കോഴിക്കോടേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എബ്രഹാം എന്ന മനുഷ്യൻ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പല ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയം മുൻപ് വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചു. സംസ്കാരം വൈകിട്ട് 5 മണിക്കാണ് നടക്കുക. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി വീട്ടിലേക്ക് എത്തിച്ചത്. പ്രധാനമായി 3 ആവശ്യങ്ങളായിരുന്നു ആ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നത്. ഒന്ന്, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കണം. കാരണം എബ്രഹാം അല്ലാതെ മറ്റാരുമില്ല ആ കുടുംബത്തിനെ സംബന്ധിച്ച്. ഭാര്യ കിടപ്പ് രോഗിയാണ്. അതുകൊണ്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കണം. മറ്റൊന്ന്, ആ കാട്ടുപോത്തിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് കൊന്നുകളയണം. 3, ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ജോലി ഉറപ്പാക്കണം. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഉറ്റവരും സ്വന്തക്കാരും ഒക്കെയാണ് അവിടെയുള്ളത്. സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. ആ കാട്ടുപോത്തിനെ എന്തായാലും വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇറക്കിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ മയക്ക് വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് രണ്ടിനും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം വെടിവെച്ച് കൊല്ലാം എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. ഇപ്പോഴും ആ കൊലയാളി കാട്ടുപോത്ത് അവിടെ എവിടെയോ വിലസുന്നുണ്ട്. നമ്മൾ ഈ കാട്ടാനയെയും മറ്റും ഒക്കെ മയക്കുവെടി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ അത്ര എളുപ്പമല്ല കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ എന്നാണ് ഈ വിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ, എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയൊക്കെ കളക്ടറുമായി രാവിലേക്ക് 2 വട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ വൈകിട്ട് MK രാഘവൻ MP-യുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഒരു ധാരണയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിയത്. ഇന്ന് 9 മണിക്കായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിച്ചത്. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥനാ ചടങ്ങുകളാണ് അവിടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിന്റെ ഏക ആശ്രയം, ഏക അത്താണിയാണ് ഇല്ലാതായത്. ഇങ്ങനെ കാടിറങ്ങി വരുന്ന ആശങ്കയുടെ, ഭീതിയുടെ മറ്റൊരിരയാണ് ഇപ്പോൾ ആ കുടുംബം. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ, എങ്ങനെ ഈ ഒരു വേദനയെ അതിജീവിക്കുമെന്നറിയാതെ അത്രമേൽ പ്രയാസത്തിലാണ് ആ കുടുംബം. കിടപ്പ് രോഗിയാണ് എബ്രഹാമിന്റെ ഭാര്യ. സംസ്കാര ചടങ്ങുകൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്.